ഹലോ. അപ്പോൾ നമുക്ക് ചങ്ങനാകുളത്ത് നിന്ന് വിളിച്ചിരുന്നു DTDC കൊറിയർ സർവീസിൽ നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട്, പോയി കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ പോകണം. കൂട്ടത്തിൽ നമ്മുടെ ഓഫർ സാരികൾ ഇട്ടിരുന്നല്ലോ ദ്രൗപദി കളക്ഷൻസിൻ്റെ, അപ്പോൾ അതിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഡിസ്പാച്ച് ചെയ്യും കൂടി വേണം. അപ്പോൾ അത് കൊടുക്കും വേണം. എനിക്ക് എൻ്റെ പാർസൽ കളക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചങ്ങനാകുളം പോവാം. അപ്പോൾ എന്തായാലും ചങ്ങനാകുളം പോകില്ലേ. അപ്പോൾ കൂട്ടത്തിൽ എനിക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളും കൂടി എടുക്കണം കേട്ടോ. അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലേക്കുള്ള സാധനങ്ങൾ മീൻസ് ഈ അടുക്കള ഐറ്റംസ്, അടുക്കളയ്ക്കുള്ളത് ഈ പഞ്ചസാര, ചെറുപയർ, കടല, മുതിര, അങ്ങനെയുള്ള പിന്നെ ക്ലീനിങ് ഐറ്റംസ്. അങ്ങനെ ഞാൻ ഒരു 3 മാസം കൂടുമ്പോൾ നടത്തുന്ന പർച്ചേസിംഗ് ആണ്. അപ്പോൾ അതും ആ സാധനങ്ങളും മേടിക്കണം. അപ്പോൾ കൂട്ടത്തിൽ തറവാട്ടിക്കും ചേച്ചി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും മേടിക്കണം. അപ്പോൾ എല്ലാം കൂടി ഒറ്റ ട്രിപ്പിലുണ്ട് കഴിയുമല്ലോ. അപ്പോൾ അതൊക്കെ മേടിക്കാൻ പോവാം. അപ്പോൾ ആദ്യം നമുക്ക് DTDCയിൽ പോയിട്ട് എൻ്റെ ഓർഡർ കളക്ട് ചെയ്യണം. ഈ ഓർഡർ എനിക്ക് അയക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് നേരെ വരാം. ഇന്നിപ്പോൾ അത്രയോ കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം DTDCയിൽ പോയി പാർസൽ എനിക്ക് അയക്കാനുണ്ടായിരുന്നു. എനിക്കൊരു പാർസൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി വന്നു കേട്ടോ. അങ്ങനെ പാർസൽ ചെയ്തു. പാർസൽ കളക്ട് ചെയ്യാണ്ടായിരുന്നു ഒരെണ്ണം. എന്താണോ വീട്ടിൽ പോയി നോക്കുന്നത്. ഇനി സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ ഇതിന് പോവാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പാടമാണ് കേട്ടോ. ഇവിടെ പാടത്ത് കണ്ടോ വെള്ളം ഏകദേശം ഇതുവരെ കയറിയിരിക്കുന്നു. ഒരു 2 മണി കൂടി നിന്ന് പെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കയറും. ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയൊന്നും പോകില്ല. ഇവിടേക്ക് നമുക്ക് കുന്നംകുളത്തേക്കുള്ള ഷോർട്ട് കട്ടാണ് കേട്ടോ. അതും എടപ്പാൾ, പഴഞ്ഞി, കാട്ടാമ്പാല, ചിറക്കൽ, അങ്ങനെ കുന്നംകുളത്തേക്കുള്ള ഷോർട്ട് കട്ട്. നമുക്ക് അങ്ങനെ ഹൈവേ വഴി പോകേണ്ട ആവശ്യമില്ല. ഞാൻ കോളേജിലേക്ക് ഈ വഴിയെ പോവുക. പിന്നെ അയിനൂരുണ്ട് അപ്പുറത്തെ വഴി. അവിടെയും ഇതേപോലെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് കൂടെയാണ് ബസ് ഓടുന്ന റൂട്ട് ഇതാണ്. അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ബസ് റൂട്ടൊന്നും ഉണ്ടാവില്ല. നല്ല രസമായിട്ട് കാണാൻ. ഇപ്പോൾ കുറച്ച് വെള്ളം കയറിയിരുന്നു. ശരിക്കും റോഡിലേക്ക് വെള്ളം കയറിയിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ചിറങ്ങിയ എന്നാലും ഏകദേശം തഴുത്ത് വരെത്തിയിട്ടേ ഉള്ളൂ. നല്ല ഭംഗിയാണ്, നല്ല കാറ്റ്. പാടാണിത്, പക്ഷേ വെള്ളം കയറി നല്ല രസമാണ് കാണാം. ആൾക്കാരൊക്കെ വൈകുന്നേരം ആകുമ്പോൾ എത്രയും ഉണ്ടാവുക വെച്ചിട്ടാണ്. ഞാൻ ഒരു ദിവസം അങ്ങനെ വെള്ളം കയറിയിട്ട് നമുക്ക് ഇതേപോലെ വന്നിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് ആക്കാം. നല്ല അടിപൊളി വെയിലാണ് കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, അങ്ങനെയാണ് കേട്ടോ. ഇത് ഇപ്പം എടുത്ത വീഡിയോ എന്നല്ല, ഇതൊരു 1.5 ആഴ്ചയ്ക്ക് ആയിട്ട് എടുത്ത വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്. ചങ്ങനാകുളത്ത് നിന്ന് DTDCയിൽ നിന്ന് നമ്മൾ പാർസലൊക്കെ കൊടുത്തു. അത് പാർസൽ കളക്ട് ചെയ്യാണ്ടായിരുന്നു. ഡിസ്പാച്ചും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പഴഞ്ഞി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ പഴഞ്ഞിക്ക് പോണ വഴിക്കുള്ള പാടാണ് കേട്ടോ, പെരുന്തിരുത്തി പാടം. നല്ല പാടാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി നമുക്ക് പോവാം. അതേ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചക്കറി കൂടി മേടിക്കേണ്ടത്. വ്യത്യാസ സ്ഥലം ഉണ്ടാകുമെന്നുള്ളൂ. നോക്കാം. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കൽ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോവാം. നല്ല വെയിലാട്ടോ. മഴയാണെങ്കിൽ നല്ല മഴ, വെയിലാണെങ്കിൽ നല്ല ചൂട്. പച്ചക്കറി കൂടി മേടിക്കാണ്ട്. നോക്കട്ടെ വ്യത്യാസ സ്ഥലം ഉണ്ടാവും. ഓക്കെ. 2 വീട്ടിലുള്ള സാധനങ്ങളുള്ള കാരണേ. അപ്പോൾ ഇനി നോക്കട്ടെ പച്ചക്കറിയും കൂടി മേടിക്കാം പറ്റുമോ ഇല്ലയോ എന്ന്. ഇനി നമുക്ക് മേടിക്കാനുള്ളത് പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി മേടിക്കാം. മതി. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലാണ്. ഏകദേശം ഉച്ചയൊക്കെ ആവാറായിരിക്കും, ഒരു 1 മണിയൊക്കെ ആവാറായിരിക്കുന്ന സമയം. അപ്പോൾ നമുക്ക് ഇനി പച്ചക്കറിയൊക്കെ മേടിച്ച് നമുക്ക് പോവാം. സ്കൂട്ടിയിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്രയും സാധനങ്ങൾ സ്കൂട്ടിയിലുണ്ട്. ഇനി പോവാം. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടോ. വീടെത്തിയപ്പോൾ സമയം നല്ല വെയിലായിരിക്കുന്നു. ഞാൻ എന്താ പറയുക, സ്കൂട്ടിയുടെ ഉള്ളിലും പുറത്തും ഒക്കെ ഇട്ട് സാധനങ്ങൾ കുത്തി നിറച്ചിട്ടൊക്കെയാണ് കൊടുന്നിട്ടോ. ചാക്ക് നമ്മൾ പിന്നെ സഞ്ചി ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും. അവിടെ പഴഞ്ഞൊരു NK സൂപ്പർ മാർക്കറ്റ്, അവിടെ നിന്നാണ് ഞാൻ സാധനങ്ങൾ എടുക്കാറുള്ളത്. അപ്പോൾ സഞ്ചി ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകുക ചെയ്യാറ്. അപ്പോൾ സ്കൂട്ടിയുടെ സീറ്റിൻ്റെ കവറിൻ്റെ ഉള്ളിലേക്കൊക്കെ എല്ലാം കുത്തി നിറച്ചിട്ടാണ് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു. നമ്മൾ ഇങ്ങനെ കസാര വെക്കുന്നതിൻ്റെ കാരണം നായ്ക്കൾ കയറും. നായ്ക്കളുടെ ശല്യം ഇപ്പോൾ കുറച്ചിടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കസാര വെച്ച് കഴിഞ്ഞാൽ അവറ്റുകൾ കയറില്ല. അപ്പോൾ അതുകൊണ്ട് കസാരയൊക്കെ അതേപോലെ വെക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അയ്യോ, സമയം 1:30 സമയം കേട്ടോ. ഭയങ്കര വെയിൽ പറഞ്ഞാൽ നല്ല വെയിൽ. മഴയാണെങ്കിൽ നല്ല മഴ, വെയിലാണെങ്കിൽ നല്ല വെയിൽ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വീടെത്തി. ഞാനൊന്നും കുടിക്കാൻ പോലും നിന്നില്ല. ഞാൻ വിചാരിച്ചു പോലെ ജ്യൂസ് എന്തെങ്കിലും കുടിക്കണം എന്ന് കുടിക്കില്ല. പഴഞ്ഞിലങ്ങനെ നല്ല ജ്യൂസ് കടകളൊന്നും എനിക്ക് വെച്ചാൽ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ കുടിക്കാമായിരുന്നല്ലോ. ഞാൻ ഇനി എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പിന്നെ ലേറ്റാവും. ഇപ്പോൾ കറക്റ്റ് ആ ഫുഡിൻ്റെ ടൈമിങ് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇടയ്ക്ക് വെച്ചതൊക്കെ ഒന്ന് ഉഴപ്പിയിരുന്നു. ഫുഡ് തോന്നി നേരത്തെ കഴിക്കുക അങ്ങനെയല്ല. ചിലപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ നേരമായി കഴിക്കുക, ഉച്ചത്തെ ഭക്ഷണം കഴിക്കുക,
അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് കറക്റ്റ് ആ ഫുഡിൻ്റെ ടൈമിങ് കറക്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് വിശപ്പ് പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്നും കുടിച്ചില്ല, ജ്യൂസൊന്നും കുടിച്ചില്ല. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി ഒതുക്കി പറക്കലൊക്കെ എന്താണ് വേറെ വൈകിട്ടേ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ പറയില്ല, പാഴ്സൽ ഒന്നും കാണില്ല. അപ്പോൾ അതൊന്നും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കി വെക്കണം. അതും കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ച് എന്താണ് സംഭവം നോക്കട്ടോ. ഫ്രമൊന്നും കൊടുത്തിട്ടില്ല, നോക്കാം. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിക്കാം. ഫ്രം ഡ്രസ്സൊന്നും കാണാനില്ല, ഇവിടെ നിന്നാണ് കത്രിക ഉള്ളിലാണ്. ഇനി അത് തുറന്നിട്ടില്ല. അതുകൊണ്ട് കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഓ, ഇത് ഞാനിങ്ങനെ ആഗ്രഹിച്ചു കേട്ടോ. ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകുന്ന സംഭവമാണ് കേട്ടോ. നാരായണിപ്പട്ട് സാരി. അതാണ്. ഓ, ഞാൻ ഈ കളർ കണ്ടപ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ. ഇതാണ് നമ്മുടെ സാരി. ചെറിയ ബോർഡർ, വലിയ ബോർഡർ കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു കനിഷ്ത പൊട്ടിക്ക് അയച്ചതാണ് കേട്ടോ, അവരുടെ സാരിയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പാഴ്സൽ. നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല എനിക്ക് ഈ ഫോട്ടോയിൽ വീഡിയോയിൽ കാണേക്കാളും കുറച്ചും കൂടി നല്ല ഭംഗിയുള്ളൊരു പീക്കോ ഗ്രീൻ, ഒരു ബോട്ടിൽ ഗ്രീൻ, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. ഇതിങ്ങനെ റഫായിട്ട് തോന്നുന്നതിലുള്ള ഒരു കടലാസ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതെങ്ങനെയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പാഴ്സൽ. കനിഷ്ത ബൊട്ടിക് അവരയച്ചതാണ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു പാഴ്സൽ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകുന്ന സാരിയുള്ളൂ നാരായണപ്പെട്ട് സാരി. നാരായണിപ്പെട്ട് ചിലർ നാരായണിപ്പെട്ട്, ചിലർ നാരായണിപ്പെട്ട്, അങ്ങനെ പറയും സംതിങ് ഏതാണെങ്കിലും. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഞാൻ പറയാവുന്ന കാര്യം മറന്നുപോയി. അതാണ് വീട്ടിലേക്കുള്ള സാധനങ്ങളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഞാൻ തന്നെ ഇറങ്ങണമല്ലോ, നമുക്ക് കൊണ്ടുവരാനും ആരും ജോലിക്കാരൊന്നും ഇല്ലല്ലോ. അപ്പോൾ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ എടുക്കണം. ഇത് ഞാൻ കറങ്ങി നടക്കില്ല, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാണ്. പിന്നെ എന്താണ്, പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കട്ടെ. 1:30 ഈ സമയം. ഞാൻ ഒരു കണക്ക് വെച്ചിരിക്കുകയാണ്. ഒരു 1:30 ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടൊരു കണക്ക് വെച്ചിരിക്കുന്നത്. 1:32 സമയം. ഉച്ചഭക്ഷണം 1:30 കഴിക്കണം. രാവിലെ ഭക്ഷണം 9:00 കഴിക്കണം. 9 to 9:30, ഉച്ചയ്ക്ക് 1 to 1:30. രാത്രിയത്തെ ഫുഡ് 7 to 8 ചിലപ്പോൾ 7, 7:30, 8 ഞാൻ രാത്രിത്തെ ഡിന്നർ കഴിക്കുന്നതൊക്കെ ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഷുഗർ കട്ട് കാര്യം ഞാൻ കുറേ ശ്രമിച്ചു, എനിക്ക് നടക്കുന്നില്ല. എനിക്ക് രാവിലത്തെ കാപ്പി കിട്ടില്ലെങ്കിൽ എനിക്ക് തലവേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ഷുഗർ കട്ട് ചെയ്യാതെ ഇടുന്ന ഷുഗറിൻ്റെ അളവൊന്നും കൂടി കുറച്ചു. ഒരു 1/4 ടീസ്പൂൺ മധുരം. ആ ഒരു മധുരത്തിൻ്റെ ഒരു ഉണ്ടെന്ന് ഒരിക്കൽ തോന്നിക്കണം, അല്ലെങ്കിൽ 1/2 ടീസ്പൂണുള്ളൂ. ഞാൻ അങ്ങനെ ഓവർ ചായയിലും കാപ്പിയിലും മധുരം എനിക്കിഷ്ടമല്ല. ഇങ്ങനെ നമ്മൾ പറയില്ല, മധുരം ഇങ്ങനെ അടുത്ത് കൂടെ പോയാൽ മതി, അത്ര മധുരം ഞങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാനും മക്കളും ഉണ്ണിയേട്ടനാണെങ്കിലും വളരെ ലൈറ്റ് മധുരത്തിലാണ് ഞങ്ങൾ ചായയും കാപ്പിയും കുടിക്കാറുള്ളത്. പക്ഷേ അതൊന്നും ഞാൻ ഒന്നും കൂടി ഒരു പൊടി, ഒരു സ്വല്പം കൂടി താഴേക്ക് 1/2 ടീസ്പൂണുള്ളത് 1/4 ടീസ്പൂണാക്കി. പിന്നെ ഒരു നേരമല്ലേ കുടിക്കുന്നുള്ളൂ കാപ്പിയും ചായയൊക്കെ. പിന്നെ ഷുഗർ ഒട്ടും ശരീരത്തിലെങ്കിലും വല്ല ഷുഗർ കുറഞ്ഞ പ്രശ്നങ്ങളായാലോ. അപ്പോൾ അതുകൊണ്ട് ഷുഗർ കുറച്ചെങ്കിലും നമ്മുടെ ശരീരത്തിൽ വേണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊരു 2-3 ദിവസമായിട്ട് കൺട്രോളിങ്ങിലാണ് നോക്കാം. പക്ഷെ ഞാനിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കുറയും കേട്ടോ. പിന്നെ കുറച്ചൊരായിട്ട് ഭയങ്കര മടിയും ഒരുമാതിരി ഒരു വല്ലാത്തൊരവസ്ഥയൊക്കെയായിരുന്നു. ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത പോലെ അവസ്ഥ, ഒന്നിനും ഒരു മനസ്സ് നോക്കിയെന്നായിരുന്നില്ല. ഒരു സുഖവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് എന്തിനും എന്ത് ചെയ്യാനും എന്തിലേക്ക് പുറപ്പെടാനും ഒരു മടിയല്ല. കാരണം എനിക്ക് മടിയില്ല, കാരണം ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് മടി എന്നല്ല പറയുക, നമ്മളൊരു ഒരു 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 ഉന്മേഷക്കുറവ് എന്നൊക്കെ പറയും. നമുക്കത് ചെയ്യാനൊരു ആരെങ്കിലും കണ്ണു വെച്ചോന്നാ ഓടി നടന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ
ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് വെച്ചിട്ടൊന്ന് കിടക്കണം എനിക്ക്, കാരണം ഈ വെയിലത്തൊക്കെ വണ്ടി ഓടിച്ചിട്ട് തല ഭയങ്കര വേദന. ഇനിയിപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. ഇന്ന് ഞാൻ ചോറ് വെച്ചിട്ടില്ല, കാരണം എന്താ പറയുക, ഇന്ന് പിള്ളേർക്ക് നൂൽപുട്ട് മതി പറഞ്ഞിട്ട് അവർ സ്കൂളിലേക്ക് നൂൽപുട്ട് മതി, നൂൽപുട്ടും ഇഷ്ടമുണ്ടാക്കിയിരുന്നു. അപ്പോൾ രാവിലെ അതാണ് കഴിച്ചത്. അപ്പോൾ സ്കൂളിലേക്ക് അവർക്ക് അതന്നെ മതി പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ എനിക്ക് മാത്രമായിട്ട്, ഒരാൾക്ക് മാത്രമായിട്ട് ചോറുണ്ടാക്കുക എങ്ങനെയാണ്, രാത്രി ആരും ചോറൊന്നുമില്ല. അപ്പം ഞാനും ഇന്നലത്തെ ചോറാണെങ്കിൽ ബാക്കി ഉണ്ടാകുന്നില്ല. അപ്പം ഞാനും നൂൽപുട്ടും കറിയാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത് കേട്ടോ. മതി, എന്തെങ്കിലും കഴിച്ചാൽ മതി വിശപ്പിന്. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചൊന്ന് കിടക്കട്ടെ. ബൈ.